ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR കുമരകത്തിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് ഫിഷിംഗ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇന്ന് ചൂണ്ടക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ തീറ്റയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ സൗഹൃദങ്ങൾക്കും NR കുമരകത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഒരു സ്പെഷ്യൽ തീറ്റയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചൂണ്ടക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തീറ്റ ചെയ്ത് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. മഞ്ഞളും മൈദയും ഒരല്പം പഞ്ചസാരയും ചേർത്താണ് നമ്മൾ ഈ ഒരു തീറ്റ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്, അതുകൂടെ കാണണം. അപ്പോൾ നമുക്ക് നേരെ തീറ്റ റെഡിയാക്കിയിട്ട് വരാം. തീറ്റ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് മൈദയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ എടുത്ത മൈദയിലേക്ക് കുറച്ച് മഞ്ഞളൂടെ ഇട്ട് എടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുത്ത മൈദയിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മഞ്ഞളും മൈദയും പഞ്ചസാരയോടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മൈദയും മഞ്ഞളും പഞ്ചസാരയോടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഉരുട്ടിയെടുക്കണം. ഞാൻ ആദ്യം വെള്ളം ചേർത്ത വെച്ച് കൂടിപ്പോയി, പിന്നെ കുറച്ച് പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കളിപ്പിക്കാറ് തീറ്റയിൽ ഫലം കണ്ട് നമ്മുടെ ആദ്യത്തെ തീറ്റ തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറിയൊരു കുറുവപ്പറിലാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഈ തീറ്റ ഫലം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സർപ്രൈസ് കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞാൻ അവിടെ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത തീറ്റയുടെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു സർപ്രൈസിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ വലയിലും ഈ ഒരു തീറ്റ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടുന്നൊരു പരിപാടിയുണ്ട്. അവിടെ കാണിച്ചു തരാം. നമ്മൾ ഇത് ചൂണ്ടയിട്ടാൽ ചൂണ്ടയിൽ മീൻ കിട്ടും. അതുപോലെ തന്നെ ഇത് വലയിലും ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ വലയിലൂടെ മീൻ കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ വലയിൽ എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ മൈദാമാവും മഞ്ഞളും പഞ്ചസാരയോടെ ചേർത്ത് വയ്ക്കുന്ന ഈ ഒരു മിശ്രിതം നമ്മളിതിലേക്ക് തേച്ചങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ വല മുഴുവനും അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ വലയിട്ടിട്ട്. അപ്പോൾ വലയിൽ കുറച്ച് മീനുകൾ കിടക്കുന്ന കണ്ടു. അപ്പോൾ അത് കാണിച്ചു തരാം.
നമ്മുടെ തീറ്റ എന്തായാലും ഫലം കണ്ടു. ചെറിയ കഷ്ണം വലയായിരുന്നു, അപ്പോൾ വല നിറയെ മീനാണ്. പള്ളത്തിയും പരലും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി പള്ളത്തിയും പരലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീറ്റ എന്തായാലും ഫലിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്താൽ ഒരുപാട് മീനുകൾ കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വലയിൽ കിട്ടിയ മീനുകളാണിത്. അപ്പോൾ വലയിൽ നിന്ന് എടുത്തപ്പോഴാണ് ഈ പരലൊക്കെ ചത്തുപോയത്. അപ്പം നമ്മൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ, ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുള്ളൂ. അതിനകത്ത് തന്നെ നമുക്ക് ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് കൂടുതൽ മീൻ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യസ്തമായൊരു തീറ്റ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ചൂണ്ടയിലും ചെയ്യാം, വലയിലും ഒക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു തീറ്റയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ നിതിൻ ദാസ്, NR വ്ളോഗ്സ് കുമരകം. ബൈ.